ഹലോ എവരി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാക്കിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ഫോർമാറ്റും അതിൽ വരുന്ന ഷെഡ്യൂളുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ 13 തൊട്ട് ഷെഡ്യൂൾ 16 വരെ എന്തൊക്കെയാണ് വരണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതായത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അത് നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് പഠിക്കാം. അല്ലാതെ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നില്ല. പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാം അഡ്ജസ്റ്റ്മെൻറ്റ്സും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളൊരു പ്രോബ്ലമാണ്. ഫസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ 17 ആയിട്ടുള്ള ഒരു പ്രോബ്ലം പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണെന്ന് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആൻഡ് അഡീഷണൽ ഇൻഫോർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡർ 31/3/2017. എന്തൊക്കെ ഐറ്റംസാണ് തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോൺസ്, റെൻറ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, സാലറീസ് ആൻഡ് അലവൻസസ്, ഡയറക്ടേഴ്സ് ഫീസ് ആൻഡ് അലവൻസസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രിസിയേഷൻ ഓൺ ബാങ്ക്സ് പ്രോപ്പർട്ടി, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതർ എക്സ്പെൻസസ്. ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാതും നമ്മൾ ഷെഡ്യൂൾസ് പഠിക്കുമ്പോൾ ആ ഷെഡ്യൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐറ്റംസാണ്. ഇനി നമുക്ക് അതർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഐറ്റംസ് കൂടി തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ, പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വഴിയെ പറയും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കാം. നമ്മൾ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ഫോർമാറ്റിൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. അതിനുശേഷം 2 കോളംസ് കൊടുത്തു, ഷെഡ്യൂൾ നമ്പറും അതുപോലെ തന്നെ എമൗണ്ടും. അതിനുശേഷം നമുക്ക് അറിയുന്ന ആദ്യം തന്നെയുള്ള ഹെഡ്സുകൾ കൊടുത്തു: ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അപ്രോപ്രിയേഷൻസ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു എമൗണ്ട് മാത്രമാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. എമൗണ്ട് എപ്പോഴാണ് ഫില്ല് ചെയ്യുക? ഈ ഓരോ ഷെഡ്യൂൾസിലും നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കും. ആ ടോട്ടലുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷെഡ്യൂൾസിൽ ഇനി എന്തൊക്കെയാണ് വരാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഷെഡ്യൂൾസും ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 13, ഷെഡ്യൂൾ 14, ഷെഡ്യൂൾ 15 ആൻഡ് ഷെഡ്യൂൾ 16. ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ് ആണ് വരിക, അതർ ഇൻകംസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും നോക്കാം. അത് എവിടെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഐറ്റം എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണല്ലേ, അപ്പോൾ അത് നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഏൺഡിലാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് എഴുതി. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 18,55,000. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഏൺഡ് ചെയ്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റോ, ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBIയോ അതേഴ്സോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ഒരു എമൗണ്ട് എന്ത് ചെയ്യില്ല, പോസ്റ്റ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആകെ ഒരു ഇൻട്രസ്റ്റ് ഏൺഡേ കൊടുത്തിട്ടുള്ളൂ. അതേതാണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ എഴുതി വെച്ചു. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ് എവിടെയാണ് വരിക? നമ്മുടെ ഷെഡ്യൂൾ 15 അത് വരിക അല്ലേ. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ് എവിടെയാണ് വരിക? ഷെഡ്യൂൾ 15 അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 6,23,000 ആണ് എമൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് വരുന്നത് അത്രയാണ്. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോയിങ്സ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോയിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ അതെന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോയിങ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12,000 ആണ്. അപ്പോൾ ആ 12,000 നമ്മൾ എവിടെ എഴുതി? ഷെഡ്യൂൾ 15 എഴുതി. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റ്നിങ് ഒക്കെ എവിടെയാണ് വരിക? ഷെഡ്യൂൾ 16 വരിക. അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് എത്ര രൂപയാണ്? 3,000. അപ്പോൾ നമ്മൾ ആ 3,000 ഇവിടെ എഴുതി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എല്ലാം എമൗണ്ടുകളും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓരോ കോളംസിലും ഇവിടെ പോസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലാണ്ട് അതിന് മുന്നേ തന്നിട്ടുള്ള ഓരോ എമൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ പോസ്റ്റ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഷെഡ്യൂൾസാണെന്ന് നോക്കി അതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, ഫോർമാറ്റ് നന്നായി പഠിച്ചു വയ്ക്കുക. ഓരോ ഷെഡ്യൂൾസിലും എന്താണ് വരുന്നതെന്ന് കാണാപ്പാടായിട്ട് അറിഞ്ഞിരിക്കാം. കാണാപ്പാടായിട്ട് പഠിക്കാനല്ല, കറക്റ്റായിട്ട് തറവായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്ന ഐറ്റംസ് എല്ലാം പോസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്, പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ ആണ് അല്ലേ. പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ അടിയിൽ ഒരു പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ 10,000 വരിക. അതേപോലെ തന്നെ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും അവിടെ തന്നെയാണ് വരിക. പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിയിലാണ് ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും വരിക. ഏത്, പ്രൊവൈഡ് ഫോർ ടാക്സേഷനും അതുപോലെ തന്നെ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും. അങ്ങനെ മൊത്തം 38,600 ഈ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിയുടെ അടിയിൽ വരും. പിന്നെ സി ആയിട്ട് പറയുന്നതാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് നമ്മൾ എവിടെയാണ് വരിക, ഷെഡ്യൂൾ 13 നമ്മൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, അതിൻ്റെ താഴെ ഈ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റിബേറ്റ് ലെസ് ചെയ്യണം. 1855,000 നമ്മൾ 40,000 ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ആ റിബേറ്റ് എന്നുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ്, ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡിൽ നിന്നാണ് ലെസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ 4ാമത്തെ ഹെഡ്. ആ 4ാമത്തെ ഹെഡിൻ്റെ അടിയിലാണ് ഈ ഒരു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് വരിക. എത്ര റുപ്പീസ്, 1,42,000. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ എല്ലാ ഐറ്റംസും എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഷെഡ്യൂൾ 13ൻ്റെയും എല്ലാത്തിൻ്റെയും ടോട്ടൽസ് എടുത്തു. ആ ടോട്ടൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. അങ്ങനെ 13ൻ്റെ ടോട്ടലാണ് 18,15,000, 14ൻ്റെ ടോട്ടൽ 2 lakh, രണ്ടും കൂടി ആഡ് ചെയ്ത് 20,50,000 കിട്ടി. പിന്നെ 15ൻ്റെ എഴുതി, 16ൻ്റെ എഴുതി. ഈ 20 lakhൻ്റെ കൂടെ തന്നെ ഈ 20 lakhൽ നിന്ന് നമ്മൾ ഇൻകത്തിൽ നിന്ന് എന്ത് ലെസ് ചെയ്തു, എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്തു. 20,15,000 ഈ ഒരു 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യുന്നു. ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു 8,69,200 എന്നുള്ള എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓൺ 31/3/2016 എന്ന് പറഞ്ഞാൽ 80,000. ആ പൈസ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 12,225,800 കിട്ടും. പിന്നെ നമ്മുടെ അപ്രോപ്രിയേഷൻസ് ആണ്. അതിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന്. പിന്നെ ഒരെണ്ണം കൂടിയാണ് തന്നിരിക്കുന്നത്, ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഏതാ, 11,45,800 അല്ലേ. അതിൻ്റെ 25% ആണ് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ 25% ആണ് ഇവിടെ എഴുതുക. പിന്നെ പ്രപ്പോസ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഈ എമൗണ്ടിൽ നിന്ന് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് കിട്ടുന്ന ആ ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ, ക്യാരി ഫോർവേഡ് ചെയ്യണം. ഈ എമൗണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ടോട്ടൽ ഇതേപോലെ തന്നെ എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മെയിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമാറ്റ്സും അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ 40, 50, 60, 13 ഒക്കെ ഷെഡ്യൂൾ നമ്മൾ കാണാണ്ടല്ല, നമ്മൾ അതിൻ്റെ ഐറ്റംസ് മറക്കാണ്ട് പഠിച്ചു വയ്ക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് സുഖമാണ്. എന്തൊക്കെയാണ്, റിബേറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഷെഡ്യൂൾ 13 നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡിൽ നിന്ന് ലെസ് ചെയ്യാം. പിന്നെ പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ എവിടെയാണ്, നമ്മുടെ ഈ ഒരു പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസിലാണ്. പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിയിൽ വരും. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അപ്രോപ്രിയേഷൻസിലും വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, അതിൻ്റെ ഷെഡ്യൂളുകൾ പറഞ്ഞു, ഷെഡ്യൂൾസിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. താങ്ക്